ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്കിന്നൊരു ചക്ക പുഴുങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കച്ചോള ഒരു 500 ഗ്രാമോളം ഉലിച്ചെടുത്തിട്ടുണ്ട്. കുരുവില്ല അതിനെടുക്കുന്നത്, കുരു ഇടുന്നില്ല. കുരു ഇട്ടതിനൊപ്പം വേവൂല, അതുകൊണ്ട് ഞാൻ ചക്ക മാത്രം എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു പാത്രത്തിലിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പിടുക. നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 3 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇളക്കിയതിന് ശേഷം 3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്കക്ക് വെന്ത് വന്നിട്ടുണ്ട്, ഒന്നും കൂടി വേവാനുണ്ട്, കുറച്ച് വെള്ളം വറ്റാനുണ്ട്. ഒരുവിധം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 2-3 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് വരിക. എല്ലാവർക്കും അറിയാൻ പറ്റുമെന്നാൽ ഞാൻ ഉണ്ടാക്കുന്നൊരു വിധം നിങ്ങളെ കാണിച്ചെന്ന് മാത്രം. എൻ്റെ ചെറുപ്പത്തിലേക്ക് എൻ്റെ ഉമ്മ വീട്ടിലുണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് തരിക. നമ്മുടെ ചക്കയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാം. ഞാൻ പാത്രങ്ങളിൽ സെർവ് ചെയ്യുന്നുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു ചക്കപ്പുഴുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോയിൽ പിന്നെ കാണാം.